മണ്ണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പദ്ധതിയുടെയും ഭാഗമായി കഞ്ഞിക്കുഴി മഴുവടി ഉമ്മൻചാണ്ടി കോളനിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം എം പി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി ആലുവ രാജഗിരി ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെയാണ് മഴുവടി ഉമ്മൻചാണ്ടി കോളനിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ക്യാമ്പിന് തുടക്കമായത്. തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ന ചാരിറ്റബിൾ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മറിയ ഉമ്മൻ അധ്യക്ഷയായിരുന്നു. ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നും ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന രീതി കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിൽ തന്നെ മാതൃകയാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഈ മെഡിക്കൽ ക്യാമ്പിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, യശസ്വരീനായ ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിലാണ് ഈ ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. പേരുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സാറിനോട് ഏറ്റവും ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് മഴുവടി കോളനി എന്നുള്ളത് നമുക്കറിയാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഉമ്മൻചാണ്ടി സാറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ജനനേതാവാണ്. സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളിൽ പാവപ്പെട്ടവരോട് ഓരം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് അവർക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജനനേതാവ് എന്ന് പറയുന്നത്, അതിലൊരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് സാധാരണക്കാരോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കലാണ് എന്ന് കേരളത്തിന്, ലോകത്തിന് കാണിച്ചു തന്നിട്ടുള്ള ഉത്തമനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഉമ്മൻചാണ്ടി സാർ. സിനിമാ താരം രാജേഷ് അടിമാലി ചടങ്ങിൽ മുഖ്യ അതിഥിയായി. ക്യാമ്പ് കോർഡിനേറ്റർ ജോബി ചാലിൽ, ഊരുമുപ്പൻ, സുകുമാരൻ കുന്നുംപുറത്ത, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, സോയിമോൻ സണ്ണി, ടോമി താണൂലിൽ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ക്യാമ്പിൽ രാജഗിരി ഹോസ്പിറ്റലിലെ 6ഓളം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയിരുന്നു.